വാവ്. ഷോലെ, ഇത്ര വലിയ റൂം എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഹലോ അമ്മേ. എന്താടി, ഒരാഴ്ച കഴിഞ്ഞു, നിനക്കൊരു ഫോണെങ്കിലും ചെയ്തൂടെ? എന്താ കാര്യം? നീ എവിടെയാണെന്ന് ഞങ്ങളെങ്ങനെ അറിയാനാ? പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നിന്റെ അമ്മാവൻ നിനക്ക് വേണ്ടി ഒരു ചെറുക്കനെ കണ്ടുവച്ചിട്ടുണ്ട്. അല്ല, അമ്മാവന്റെ അടുത്ത് ആരാ അതൊക്കെ ചെയ്യാൻ പറഞ്ഞ? വേറെ പണിയൊന്നുമില്ല അയാൾക്ക്. ഞാൻ ആരെയും കല്യാണം കഴിക്കുന്നില്ല. നീ പറയുന്നത് കേട്ടിട്ട് ഏതെങ്കിലും ഒരു സായിപ്പിനെയും കൊണ്ട് വന്ന് ഇവനെ മതിയെന്ന് പറയാൻ തോന്നല്ലോ. അയ്യോ, എനിക്കൊരു വാക്ക് പോലും ഇംഗ്ലീഷ് അറിയില്ല. അതിന് അവനും ഇംഗ്ലീഷ് അറിയില്ല. അപ്പൊ അങ്ങനെയോ? എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ചെറുക്കനെ തന്നെയാണല്ലോ നീ കണ്ടുവച്ചിരിക്കുന്നത്. ഹലോ. എടാ, നീ ഏതെങ്കിലും ഒരു വെള്ളക്കാരിയെ കൂട്ടിക്കൊണ്ടു വന്ന് ഇവളാണ് അമ്മയുടെ മരുമകളെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ നിന്റെ അച്ഛന്റെ അടുത്തേക്ക് പോയാലോ എന്ന് ആലോചിക്കുക. സ്വത്ത് മുഴുവൻ അനാഥാശ്രമത്തിന് എഴുതി വെക്കാൻ പോവാ. ദാ നോക്ക്, കുറച്ചു നേരത്തിനകം ഞാൻ തൂങ്ങി മരിച്ച് ആ കൃഷ്ണന്റെ അടുത്തേക്ക് പോകും കേട്ടോ. സ്വത്തൊക്കെ എഴുതി കൊടുക്കാൻ പോവാന്ന് അമ്മയ്ക്ക് എന്താ വട്ടായ? ഇപ്പൊ മനസ്സിലായടാ, നിന്റെ കണ്ണൊക്കെ സ്വത്തിന്റെ മേല. അമ്മയെ കുറിച്ച് നിനക്ക് വിചാരമില്ല. ആ പെൺകുട്ടി നമ്മുടെ നാട്ടിലുള്ളതാ, മലയാളി അമ്മ. ഞാൻ വിശ്വസിക്കില്ല. അടുത്തിരിപ്പുണ്ടെങ്കിൽ അവളുടെ കൈ കൊടുക്ക്, അപ്പോഴേ ഞാൻ വിശ്വസിക്കൂ. ഒരു നിമിഷം, ഇപ്പൊ തന്നെ കൊടുക്കാം. ഒരു മിനിറ്റ് അമ്മേ. ആക്ച്വലി ഒരു ചെറിയ ഹെൽപ്പ്. അമ്മയുടെ അടുത്ത് ഞാൻ ചെറുതായിട്ടൊരു കള്ളം പറഞ്ഞു. ഒന്ന് സംസാരിക്കാം? സെയിം ഹിയർ. എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും സന്തോഷിച്ച ദിവസമല്ല. എന്റെ മോനെ നിനക്ക് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഒരുപാട്. താടി വെച്ച് കാണുമ്പോ നിവിൻ പോലെ ഉണ്ട്. നിന്നെ കാണാൻ കൊതിയാവുക മോളെ. ഒന്ന് പെട്ടെന്ന് വാ. എന്നെ നിന്റെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. എന്നെയും നിന്റെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമായില്ല. You know what? No, you should leave. Please don't harm us. Go to your country. What are you doing here? No harm to you. No, you should leave. Please. Push him, man. Push him. Leave already. Go. Now, beat it. Go away right now. Leave us. Yeah, man. Yeah. Go to your country. What are you looking at? Get out of here. ഞാൻ വായിച്ചിട്ടുള്ളത് ശരിയാ. നീ എന്താ വായിച്ചേ? ഈ ഭൂമി എന്റെയാന്ന് പറയുന്നവരെ നോക്കി ഭൂമി ചിരിക്കും അത്ര. മനസ്സിലാവുന്ന പോലെ ഒന്ന് പറയോ? ഈ നാട് വിട്ടു പോവാൻ എന്തിനാ പറയുന്നത്? അമേരിക്ക എന്ന് പറയുന്നത് തന്നെ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റിയാ. ഉമ്മാരി എന്തൊക്കെ വിളിച്ചു പറഞ്ഞെന്നറിയോ? ഇവന്മാരെയൊക്കെ വെറുതെ വിടാൻ പാടില്ല. അവന്മാരെ തിരിച്ചടിക്കണോ? കൺമുന്നിലുള്ള മനുഷ്യനെ എങ്ങനെ അടിക്കുക? അത് തെറ്റല്ലേ? മുഖത്ത് നോക്കാൻ അടിച്ച പോരെ? അതെങ്ങനെ? Go!
ഏയ്. ഓ. നിന്നെ ആരെ ഇടയിൽ വരാൻ പറഞ്ഞ? സമയത്തിന് നിർത്തിയതുകൊണ്ട് ശരിയായി, അല്ലെങ്കിൽ നിനക്ക് എന്ത് സംഭവിച്ചേനെ? നീ ഭയങ്കര ധൈര്യശാലി തന്നെയാ. എന്നെ എന്ത് വിചാരിച്ചു നീ? ഉം. I badly